അവളും പഠിക്കുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പഠിച്ച് വിജയിക്കാമെന്ന് പറയും. അപ്പോഴാണ് അവിടേക്ക് യുവാൻ വരുന്നത്. ഗായ്സ്, ഇന്നലെ ഇത് നമ്മുടെ മാത്സ് ടെസ്റ്റ് പേപ്പറിന്റെ റിസൾട്ട് വന്ന് നമ്മൾ ക്ലാസ് 2-നേക്കാളും പുറകിലുള്ള. ഇതിന് അവനും പറഞ്ഞ ഉടനെ ഇവരെല്ലാം അങ്ങ് വിഷമിക്കും. അപ്പോഴാണ് അവനും നിങ്ങളാരും തോറ്റു കൊടുക്കല്, കാരണം ക്ലാസ് 2 നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് അവന്മാർക്ക് അത്ര മാർക്ക് കിട്ടിയ, നമ്മൾ അതുകൊണ്ട് അതേ എഫോർട്ട് ഇടണം എന്നിന് ഇവനെല്ലാവരും മോട്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഷൗമിയാണ് ഇവിടെ വിഷമിച്ചിരിക്കും. ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് അവൾ സംസാരിച്ചിട്ട് ഇപ്പൊ മാത്സ് പരീക്ഷ ഇവർ തോറ്റുപോയി കിടക്കുവന്ന്. അപ്പോഴാണ് അടുത്തേക്കൊന്ന് രൂക്ഷിയും മാത്സ് അല്ലേ കഴിഞ്ഞുള്ളൂ, ഇനി കുറെ എക്സാം ഉണ്ടെന്ന് പറഞ്ഞ് അവളെ ചീറിയിപ്പിക്കും. അതോടെ അവളും കുറച്ച് എനർജിയോടെ എങ്കിൽ പിന്നെ നമ്മൾ ഇപ്പൊ കിട്ടിയ നോട്ട്സ് വെച്ച് രാത്രി നൈറ്റ് ക്ലാസ്സിന് ഇരിക്കാന്ന് പറയും. അങ്ങനെ ഇത് കേട്ട് അവനും നിങ്ങൾക്കെല്ലാം താല്പര്യം ഉണ്ടെങ്കിൽ വരാമെന്ന് പറയുമ്പം അവന്മാരൊക്കെ പറയും അന്ന് ഇവൻ ക്ലാസ് എടുത്തത് അവർക്ക് നല്ലോണം മനസ്സിലായെന്ന്, അതുകൊണ്ട് പരീക്ഷ വരെ ഇവനെ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പം അവനാണെങ്കിൽ അവർക്കെല്ലാം സമ്മതം കൊടുക്കും. ഇതോടെ ക്ലാസ് മൊത്തത്തിൽ അങ്ങ് ഹാപ്പിയായി. അങ്ങനെ അതിനുശേഷം ഇവർ എക്സാം നടക്കുമ്പോഴാണ് എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് ഇവർക്കിപ്പോൾ നല്ലോണം എക്സാം എഴുതാൻ സാധിക്കും. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവർ റിസൾട്ടും വരുമ്പോഴാണ് ഷൗമിയാണ് റിസൾട്ട് അറിയാൻ വേണ്ടി അവൾ പുറയുന്ന ഇങ്ങനെ എത്തി നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് രൂക്ഷിയാണ് അവനോട് കെഞ്ചുവാണ് ഈ റിസൾട്ട് കാണാൻ സഹായിക്കാന്ന് പറയും. അതുകൊണ്ട് അവളും കാണാൻ കൊതിച്ചുപോയി ഇവന്റെ അടുത്ത് കെഞ്ചുമിരാണ് അവനാണ് പെട്ടെന്ന് ഇവള് പൊക്കാൻ വേണ്ടി വരും. അതോടെ അവളാണ് മൊത്തത്തിൽ പേടിച്ചുപോയി. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഞാൻ പതിയെ തന്നെ നോക്കിക്കോളാന്ന് അവൾ വെയിറ്റ് ചെയ്യും. അപ്പോഴാണ് അവനും വേണതിന്റെ പുറകെ ഇരുന്നെന്ന് പറഞ്ഞ് അവളെ പൊക്കിയിരുത്തി ആ നോട്ടീസ് ബോർഡ് കാണിക്കും. അപ്പോഴാണ് അവള് ഭയങ്കര സന്തോഷത്തി നമ്മുടെ ക്ലാസ് ആടെ ചലഞ്ച് വിജയിച്ചെന്ന് അവൾ ഹാപ്പി ആയിട്ടിരിക്കും. കാരണം ഈ തവണ ഫസ്റ്റ് സെക്കൻഡ് വാങ്ങിച്ചത് യുവാനും രൂക്ഷിയും കൂടെ, മറ്റേ ചെന്നാണ് 3rd പൊസിഷനിലേക്ക് പോയി. അതുകൊണ്ട് ചലഞ്ച് ജയിച്ചതെന്ന് പറഞ്ഞ് അവരൊക്കെ സന്തോഷത്തിരിക്കുമ്പം മറ്റേ ക്ലാസ് 2-ലെ പിള്ളേരാണ് അവിടേക്ക് വരും. ഓ മതിയുടെ മതി, എന്തോ ഒരു ലക്കിന് നിങ്ങൾ ഈ തവണ ജയിച്ചുപോയി, പക്ഷെ അടുത്ത തവണ ഞങ്ങളുടെ ചെൻ ഫസ്റ്റ് വാങ്ങിച്ചിരിക്കും, പിന്നെ ഞങ്ങളുടെ മാർക്കെല്ലാം കൂട്ടി നോക്കിയാൽ നിങ്ങളുടെ ക്ലാസ് 1-നെയും പൊട്ടിക്കും എന്നിന് അവന്മാരും പറയുമ്പോഴാണ് ഇത് കേട്ട് ഇവരെല്ലാരും കൂടെ ഓ തോറ്റവരൊക്കെ ചുമ്മാ ഇങ്ങനെ പറയൂടെ, പക്ഷെ ഞങ്ങളുടെ യുവാനെ പൊട്ടിക്കാൻ ആരെ കൊണ്ട് സാധിക്കത്തില്ല, അവൻ എപ്പോഴും ഈ സ്കൂൾ ടോപ്പറ എന്നിന് ഇവരൊക്കെ സംസാരിക്കുമ്പം അവിടേക്ക് യുവാനും ബാക്കിയെല്ലാരും കൂടെ എത്തും. അതിനുശേഷം അവരും വന്ന് ഇവരെ കളിയാക്കും. ഓ ഇവിടെ ചൂടുവെള്ളം തിളയ്ക്കുന്നറ, നമുക്കെല്ലാം ഊതി അണച്ചാലോ എന്നിന് അസൂയമോത്തിരിക്കുന്ന അവന്മാരെല്ലാരും കൂടെ കളിയാക്കി അങ്ങ് വിടും. അതിനുശേഷം ഇവര് ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഷൗമിയാണ് മറ്റേ ക്ലാസ്സായിട്ട് ചലഞ്ച് ചെയ്തുകൊണ്ട് അവൾക്ക് പഠിത്തത്തിൽ നല്ല മാർക്ക് വാങ്ങിച്ചെന്ന് പറയും. ഇത് കേട്ട് യുവാനാണ് ഇനി ഇവൾക്ക് മാർക്ക് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ട്, അവൻ നോട്ട്സ് ഒക്കെ ഷെയർ ചെയ്യാന്ന് പറയും. അപ്പോഴാണ് ഷൗമി ലിന്നോട് ആ മറ്റോ വന്ന് വീണ്ടും ശല്യപ്പെടുത്തി വന്ന് ഇവൾ അവനെ കുറിച്ച് തിരക്കുമ്പോഴാണ് ലിന്നാണ് മൊത്തത്തിൽ പേടിച്ചുപോയി അവൾ പെട്ടെന്ന് ടോപ്പിക്ക് മാറ്റാൻ വേണ്ടി അവൾ ഡ്രിങ്ക്സ് വാങ്ങിക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് ഇത് കേട്ട് രൂക്ഷിയാണ് ഏത് ചെറുക്കന്റെ കാര്യം പറഞ്ഞെന്ന് പറഞ്ഞ് ഇവളോട് ചോദിക്കും. അപ്പോഴാണ് ഷൗമി അമ്മമാരോട് ഓ അതൊന്നുമില്ല, അന്ന് നമ്മൾ സ്കൂളിൽ പരസ്യം ഷൂട്ട് ചെയ്തതിനു ശേഷം അവളെ ഒരുത്തം വന്ന് ശല്യപ്പെടുത്തായിരുന്നു, അവളെന്തോ പ്രാങ്ക് എന്നൊക്കെയാ പറഞ്ഞ, പക്ഷെ കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല, പക്ഷെ ഞാൻ അവനെ പിടിക്കാൻ പോയപ്പോഴേക്കും അവനങ്ങ് രക്ഷപ്പെട്ടു എന്നിന് ഇവള് പറയുമ്പോഴാണ് ഋക്ഷിയും ഷൗമി ഈ കാര്യം നീ ഞങ്ങളോട് പറയാത്ത, ഇനി ഇതുപോലെ സംഭവിക്കുകയാണ് അടുത്ത് ഞങ്ങളാരില്ലെങ്കിൽ നീ ആദ്യം ടീച്ചറിനോടായിരിക്കും പറയണ്ട കേട്ടോ എന്നിന് അവള് വഴക്ക് പറയുമ്പോഴാണ് യുവാനാണ് അവൾക്ക് ഇതൊക്കെ അറിയാടാന്ന് പറഞ്ഞ് അവനെ സമാനപ്പെടുത്തും. എന്നിട്ട് ഇവരും ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവരുടെ ക്ലാസ് ടീച്ചറാണ് പറയും നാളെ തന്നെ എല്ലാവരും ഇവർ ഏത് സബ്ജക്റ്റ് ചൂസ് ചെയ്യുന്നതെന്ന് പറയണമെന്ന്, അതുകൊണ്ട് വേറെ ക്ലാസ്സിലോട്ട് പോകുന്ന ഓർത്ത് ആരും വിഷമിക്കേണ്ടെന്ന് ടീച്ചർ അവരെ ആശ്വാസപ്പെടുത്തുമ്പോഴാണ് പിള്ളേരെല്ലാം കുറച്ച് മൂഡൌട്ടായിട്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് ടീച്ചറും നാളെ എന്തായാലും ഒരു ഫെയർവെൽ പാർട്ടി ആയിട്ട് ഇവരൊക്കെ ഗ്രൂപ്പ് ഫോട്ടോ ആയിട്ട് എടുക്കാന്ന് പറയും. അങ്ങനെ അതോടെ ക്ലാസ്സും കഴിയുമ്പോഴാണ് ഇവരെല്ലാം കൂടി യുവാന്റെ അടുത്തേക്ക് വന്നിട്ട് നമ്മൾ പുറത്തെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാന്ന് പറയും. പക്ഷെ അവനാണ് പുറത്തു വന്ന ടീച്ചറൊക്കെ സീനാക്കുമെന്ന് അവനത് പറ്റത്തില്ലെന്ന് പറയും. ഇത് കേട്ട് അവരെല്ലാം അപ്സെറ്റ് ആയി. ഓ നമ്മുടെ ക്ലാസ് അവസാനമായിട്ട് എടുക്കുന്ന ഒരു ഗ്രൂപ്പ് ഫോട്ടോ അല്ലേ, കുറച്ചെങ്കിലും വെറൈറ്റി ആയിട്ട് എടുക്കണ്ടേ എന്നിന് അവരൊക്കെ പറയുമ്പോഴാണ് ഷൗമിയും എങ്കിൽ പിന്നെ യുവാൻ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇട്ടല്ലോ, യൂണിഫോം ഇല്ലാതെ എടുക്കുന്നതിൽ സീനുണ്ടോ ഏതിന് ഇവള് വഹിക്കുമ്പോഴാണ് അവനും സീനൊക്കെ ഉണ്ട്, കാരണം നമ്മുടെ ടീച്ചേഴ്സും നമ്മുടെ കൂടെ വന്ന് നിൽക്കാൻ പോകുന്നത്, അപ്പൊ അവര് കണ്ടാൽ മൊത്തത്തിൽ പ്രശ്നമാകത്തില്ല എന്നിന് ഇവരൊക്കെ മൊത്തത്തിൽ വിഷമിച്ചിരിക്കുമ്പോഴാണ് രൂക്ഷയാണ് അവരൊക്കെ സമാനപ്പെടാൻ പറയും. ഗൈസ് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എന്ത് വേണമെങ്കിലും ഇട്ടോ, നിങ്ങൾ ആരും വഴുക്കേൽപ്പിക്കാതെ ഞാൻ നോക്കിക്കോളാം എന്നിന് അവനെ വിശ്വസിച്ച് ഇവരെല്ലാം കൂടെ സന്തോഷപ്പെടും. അപ്പോഴാണ് ഇത് കേട്ട് ഇവനും വേണം ഇവർക്ക് വേണ്ടി ഒന്നും കൂടെ ടീച്ചറിനോട് സംസാരിച്ചു നോക്കാന്ന് പറയും. പക്ഷെ അവർ സമ്മതിക്കുമെന്ന് ഇവനൊട്ടും തന്നെ ഗ്യാരണ്ടി ഇല്ല. അപ്പോഴാണ് ലീ അടുത്തേക്ക് വന്നിട്ട് മച്ചാമാരെ പൊളിച്ച് യൂണിഫോം ഇല്ലാതെ എന്നെ കാണാൻ ലുക്ക് ആയിരിക്കുമല്ലോ, ഇപ്പൊ നിങ്ങളുടെയൊക്കെ കണ്ണടിച്ചു വന്നാ തോന്നുന്നത് എന്നിന് അവൻ പറയുന്നിട്ട് ഇവരൊക്കെ ചിരിക്കുമ്പോഴാണ് വേറൊരു പെങ്കൊച്ചാണ് നീ ഇവിടെ നിന്ന് വേസ്റ്റ് വർക്കും കൈയും കൊണ്ടാണോ യുവാനെ രൂക്ഷിയും തൊട്ടേക്കുന്നതും ചോദിക്കും. അതോടെ അവന്മാരാണ് മൊത്തം ചമ്മിപ്പോവും. അതിനുശേഷം രൂക്ഷി ഷൗമിയെ നോക്കി ഇപ്പൊ നിനക്ക് ഹാപ്പി അല്ലേന്ന് അവളെ നോക്കി സംസാരിച്ചിട്ട് പോകും. അങ്ങനെ ഇതൊക്കെ കാണുന്ന ലിന്നാണ് കലിപ്പാവും. അതിനുശേഷം അന്ന് രാത്രി ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വേണ്ടി ഷൗമിയാണ് മുടി ഡൈ അടിക്കാൻ പോകുന്നത് അവളുടെ പേജിനകത്ത് പോസ്റ്റ് ഇടും. അപ്പോഴാണ് ഇത് കാണുന്ന രൂക്ഷിയാണ് അവൻ അപ്പം തന്നെ ആ പോസ്റ്റ് കണ്ട് അവൻ ആ കടയിലേക്ക് ചെല്ലും. അങ്ങനെ അവളും ഡൈ അടിക്കുന്ന സമയത്ത് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവനാണ് ആ കടക്കാരന്റെ അടുത്തേക്ക് വന്ന് ഇത് അവന്റെ കൂട്ടുകാരിയാന്ന് പറഞ്ഞ് ആ ഡൈ അവനങ്ങ് വാങ്ങിച്ചു വയ്ക്കും. അങ്ങനെ അതിനുശേഷം ഷൗമിയെ കണ്ണുറന്ന് നോക്കുമ്പോഴാണ്
കാണിക്കുമ്പോഴാണ് അവളുടെ മുടി ഫുള്ളും ബ്രൗൺ ആയിരിക്കും. ഇതോടെ അവളും മൊത്തം സന്തോഷപ്പെടുമ്പം ഇത് വെറും വിഗ് ആണ് മോളെ എന്നറിഞ്ഞ് അവളെ മൊത്തത്തിൽ നാറ്റിക്കും. അതിനുശേഷം അവളാണ് ഷോക്കായിട്ട് ഇവൻ ഇപ്പൊ എന്ത് ഇവിടെ ചെയ്യുന്നതെന്ന് രൂക്ഷയെ കണ്ട് ചോദിക്കും. അപ്പോഴാണ് അവനും നാളെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി മുടിയൊക്കെ ഡൈ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവളെ കളിയാക്കുമ്പോഴാണ് അവളാണ് ഡൈ ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഇവളുടെ അച്ഛൻ സമ്മതിക്കുന്നില്ലെന്ന് പറയും. അതുകൊണ്ട് അച്ഛൻ അറിയാതെ ഇവൾ സീക്രട്ട് ആയിട്ട് ചെയ്യാൻ വേണ്ടി വന്നയാ. ഇത് കേട്ട് അവനാണ് അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കും ഇവൾ എന്ത് ഡൈ ചെയ്താലും നാളെ സ്കൂളിന്റെ ഗേറ്റിന്റെ അവിടെ എത്തുമ്പോ തന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സാർ ഇവളെ പൊക്കും. അതുകൊണ്ട് ഇതിനേക്കാളും ഭേദം അവൻ ഇവൾക്ക് വേണ്ടി വിഗ് വാങ്ങിച്ചോണ്ടരാന്ന് പറയും. അങ്ങനെ അതാണ് ഫോട്ടോ എടുക്കാൻ മാത്രം ഇട്ടാൽ മതി. അങ്ങനെ അവരങ്ങനെ പ്ലാൻ ചെയ്ത് അടുത്ത ദിവസം സ്കൂളിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവ രണ്ടുപേർ ചുമന്നു മുടി കണ്ടതോടെ പിള്ളേരെല്ലാം മൊത്തത്തിൽ ഇംപ്രസ് ആയി പോകും. ഓ, രണ്ടുപേരെന്തോടെ മൊത്തത്തിൽ ലുക്ക് മാറിയല്ലേ, സാറുമാരൊന്നും പൊക്കിയില്ലേ. എന്നിട്ട് അവരൊക്കെ സർപ്രൈസ് ആകുമ്പം യുവാനാണ് ടെൻഷനായിട്ട് നിങ്ങളിത് എന്ത് പരിപാടിയാണ് കാണിച്ചതെന്ന് പറഞ്ഞ് അവരോർത്ത് ടെൻഷനാകും. കാരണം സാറ് കണ്ട മൊത്തത്തിൽ സീനാ. അപ്പോഴാണ് രൂക്ഷയാണ് ഇവൻ വിചാരിക്കുന്നത് ഡൈ ഒന്നല്ല, ഇത് ജസ്റ്റ് വിഗ്ഗാന്ന് പറയും. അതുകൊണ്ട് ഫോട്ടോ എടുത്തതിന് ശേഷം അവന് മാറ്റിക്കോളാന്ന് പറയുമ്പോഴാണ് യുവാനാണ് പേടി പോകാതെ ഇവൻ വെറുതെ എന്തിനാ ഷൗമിയും കൂടെ ഈ പ്രശ്നത്തിലാക്കുന്നതെന്ന്. അപ്പോഴാണ് അവനും പറയുന്നത് അവൻ തന്നെ വിഗ് യൂസ് ചെയ്യാൻ കാരണം ഈ ഷൗമിയാന്ന്, കാരണം അവൾക്ക് കൂട്ടിനെ വേണ്ടി അവൻ ഇട്ടോണ്ടെന്ന്. അങ്ങനെ അതും പറഞ്ഞ് അവനും ജിന്നെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് യുവാനും ഷൗമിയോട് സംസാരിക്കാൻ വേണ്ടി വരുമ്പം വേറൊരുത്തിനാണ് യുവാനെ തടഞ്ഞിട്ട് അവന് സയൻസ് ആണോ ആർട്സ് ആണോ എടുക്കുന്നതെന്ന് മൊത്തത്തിൽ കൺഫ്യൂസ് ആയിരിക്കുമെന്ന് പറയും. ഇത് കേട്ട് യുവാനാണ് ഷൗമിയുടെ അടുത്ത് പോയി സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇവൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇവന് പാടുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ പോലും ഇവനത് ഇഷ്ടപ്പെടുവാണ് ആ സബ്ജക്ട് ചൂസ് ചെയ്യാൻ പറയും. അപ്പോഴാണ് അവനും എനിക്കിഷ്ടം സയൻസ് ആന്ന് പറഞ്ഞ് അവൻ തീരുമാനിക്കും. അങ്ങനെ ഇപ്പൊ ആകെ ചൂസ് ചെയ്ത സയൻസ് ഇവന് യുവാനും കൂടെ ഉള്ളു. അതിനുശേഷം യുവാൻ അവളുടെ അടുത്ത് നിന്നിരിക്കുമ്പോഴാണ് ഷൗമിയാണ് ഇവൻ സയൻസിലോട്ട് പോവാണ്, അപ്പൊ ഇനി തൊട്ട് ഇവന് ക്ലാസ് വെച്ച് കാണാൻ പറ്റത്തില്ലെന്ന് അവള് വിഷമിച്ചിരിക്കും. അപ്പോഴാണ് അവനും നമ്മൾ ക്ലാസ് മാറിയേ പോകുന്നുള്ളു, നമ്മൾ പഠിക്കുന്ന ഒരേ സ്കൂളായതുകൊണ്ട് മറ്റേ സീക്രട്ട് പ്ലേസ് വെച്ച് ക്ലാസ് കഴിഞ്ഞിട്ട് മീറ്റ് ചെയ്യാന്ന് പറയും. അങ്ങനെ അവിടെ വെച്ച് ഇവർക്ക് ഒരുമിച്ച് പഠിക്കാൻ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് അവിടേക്ക് ഒന്ന് രൂക്ഷയെ കണ്ടിട്ട് ലിന്നും ഇവൻ ഏതാ ചൂസ് ചെയ്യാമോന്നും ചോദിക്കും. പക്ഷെ അവനാണ് ഇവളെ മൈൻഡ് ചെയ്യാതെ നേരെ ചെല്ലുന്ന ഷൗമിയുടെ അടുത്തേക്ക് ഗൈസ് ഞാൻ തീരുമാനിച്ചേക്കുന്ന ആർട്സ് എടുക്കാനാ. എന്നിന് അവനും പറഞ്ഞ ഉടനെ യുവാനാണ് ഷോക്കായിട്ട് എന്തോ നീ ആർട്സ് ആണോ, അപ്പൊ ഞാൻ മാത്രമുള്ള ഒറ്റയ്ക്ക്. എന്നിന് അവൻ വിഷമിക്കുമ്പോഴാണ് ഷൗമിയും യുവാൻ നീയല്ലേ പറഞ്ഞ നമ്മൾ വേറെ ക്ലാസ്സിലാണെങ്കിലും നമ്മൾ സീക്രട്ട് പ്ലേസ് ഉണ്ടെന്ന്, അതുകൊണ്ട് നമ്മൾ പിരിഞ്ഞു പോയാലും നമ്മൾ എപ്പോഴും ഒരേ ക്ലാസ് ആയിരിക്കും. എന്നിന് അവർക്ക് കൈയെടുത്ത് ഇങ്ങനെ വെക്കുമ്പോഴാണ് ലിന്റെ കൈ ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി രൂക്ഷയാണ് അവന്റെ കൈ താഴെ വെക്കും. കാരണം അവൻ അറിഞ്ഞു തുടങ്ങി ലിന്നിന്റെ സ്വഭാവം ഇത്തിരി മോശമാണ്. അതിനുശേഷം ഇവർ ഓരോരുത്തരും അവരുടെ ഗെറ്റപ്പ് ചേഞ്ച് ചെയ്തിട്ട് ക്ലാസ്സിലേക്ക് വരും. അങ്ങനെ ബ്രൂസ്ലിയുടെ ഫാനായ ജിൻ അവൻ ആ ഗെറ്റപ്പിലായിരിക്കും വരുന്നത്. അപ്പോഴായിരിക്കും മാസായിട്ട് ഒരു സിംഗർ അവിടെ എൻട്രി കാണിക്കുന്നത്. അത് വേറെ ആരുമില്ല നമ്മുടെ ലീ ആണ്. അങ്ങനെ അവന് മൈക്ക് എടുത്തോണ്ടെന്ന് പാട്ട് പാടുമ്പോഴാണ് ഇവരെല്ലാം നമ്മുടെ സിംഗർ ലീ വന്നടാന്ന് പറഞ്ഞ് അവനെ നോക്കി കൂയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഓരോരുത്തരും ഗെറ്റപ്പ് ചേഞ്ച് ചെയ്ത് വരുമ്പം യുവാന്റെ അടുത്ത് ഡൗട്ട് ചോദിച്ച് അവനാണ് യൂണിഫോം ഇട്ടോണ്ടായിരിക്കും വന്നത്. അതുകൊണ്ട് അവന് വിഷമിച്ചിരിക്കുമ്പം അവിടേക്ക് വന്ന ഷൗമിയാണ് നീ എന്തിനാ മോനെ വിഷമിക്കുന്നത്, നിന്റെ ഡ്രസ്സ് തന്നെ ഞാൻ കളർഫുൾ ആക്കി തരാന്ന് അതിനകത്ത് കുറെ സ്റ്റിക്കേഴ്സ് അങ്ങോട്ട് ചെയ്യും. അപ്പോഴാണ് ഇവളുടെ കോസ്റ്റ്യൂം കണ്ടിട്ട് എല്ലാരും കൂടെ അപ്പൊ ഇതിനാണ് നീ കളർ വിഗ് ഇട്ടെന്ന് അവരെല്ലാം പൊളിയാന്ന് പറയും. അതിനുശേഷം അവിടേക്ക് ലിന്നും വരുമ്പോഴാണ് ഇവരെല്ലാം അവളെ കണ്ട് ഇംപ്രസ് ആയി നിന്നെക്കാണ് ഒരു പ്രിൻസസിനെ പോലെ ഉണ്ടെന്ന് എല്ലാരും കൂടെ പറയാൻ തുടങ്ങും. അപ്പോഴാണ് അവിടേക്ക് യുവാന് ഗെറ്റപ്പ് ഒക്കെ ചേഞ്ച് ചെയ്ത് വന്ന ഉടനെ ഇവരെല്ലാം അവനെ കണ്ട് ഷോക്കാവും. എന്റെ പൊന്നളിയ നീതിയുടെ രാജാവ്, ഒരു രാജാവിനെ കണ്ട പോലെ നിന്നെ ഉണ്ട്. ഏതിന് അവരൊക്കെ ഷോക്കാകുമ്പോഴാണ് ലിയാൻ അടുത്തേക്ക് വന്നിട്ട് എന്റെ രാജാവിന് ഒരു പാട്ട് പാടിത്തരാന്ന് അവനെ അങ്ങ് വെറുപ്പിച്ചിടും. അപ്പോഴാണ് യുവാനും പണി കിട്ടുവാണ് നമുക്ക് എല്ലാവർക്കും കൂടെ പണി ഇട്ടിടുന്ന് അവനെ എല്ലാത്തിനും കൂട്ടി നിൽക്കും. അപ്പോഴാണ് അടുത്തായിട്ട് രൂക്ഷി സ്റ്റൈലായിട്ട് ആ ഹെയർ സ്റ്റൈലിന് ചേരുന്ന പോലെ ഡ്രസ്സ് ഇട്ടോണ്ട് വരും. ഇത് കേട്ട് അവരെല്ലാം പൊളിയാന്ന് പറയുമ്പോഴാണ് രൂക്ഷി ഇപ്പൊ നമുക്ക് ഫോട്ടോ എടുക്കാൻ പോകാന്ന് പറഞ്ഞ് അവരെല്ലാം വിളിച്ചോണ്ട് പുറത്തേക്ക് പോകും. അപ്പോഴാണ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള സാർ ഇവരെ പൊക്കുന്നത്. ഡാ നിങ്ങളേക്ക് ആരാണ് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടാൻ പറഞ്ഞ, എല്ലാരും യൂണിഫോമിലെ ഫോട്ടോ എടുക്കേണ്ടെന്ന് അറിയത്തില്ല. എന്നിന് സാറും ദേഷ്യപ്പെടുമ്പോ തന്നെ സാറിന്റെ വയറിളകും. ഇത് കണ്ട് പിള്ളേരെല്ലാം കൂടെ ചിരിക്കുമ്പം സാറാണ് ദേഷ്യത്തി എന്തുവാണ് എന്നെ നോക്കി ചിരിക്കുന്നത്, പുല്ല് രാവിലെ തന്നെ വയറിളക്കുവോ, നിങ്ങൾ ഞാൻ പിന്നെ ഒന്ന് നോക്കിക്കോളാടാ. എന്നിന് സാർ അവിടെ നിന്ന് ബാത്റൂം പോകുമ്പോൾ ക്ലാസ് ടീച്ചറിന് ഇംഗ്ലീഷ് സാറിനും കൂടെ ചിരി വരും. അതോടെ പിള്ളേരെല്ലാം കൂടെ പൊട്ടിച്ചിരിക്കുമ്പോഴാണ് ഷൗമിയാനെ അവനോട് അപ്പൊ ഇതായിരുന്നു ഇവന്മാർ ചെയ്ത പ്ലാൻ എന്ന് പറഞ്ഞ് രൂക്ഷയോട് ചോദിക്കും. കാരണം സാർ അറിയാതെ അദ്ദേഹത്തിന്റെ വെള്ളത്തിനകത്ത് ഒരു ഗുളിക ആഡ് ചെയ്ത് അത് കൊടുത്താണ് നമ്മുടെ ഇംഗ്ലീഷ് സാറിന്റെ സഹായത്തോടെ. കാരണം കുറച്ച് ദിവസമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള സാറിന് വയറ്റ് ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന് ഗുളിക കൊടുത്തിട്ടും കഴിച്ചിട്ടില്ല. അതുകൊണ്ടാണ് രൂക്ഷി പ്ലാൻ ചെയ്ത് സാറിനെ കൊണ്ട് ഇത് കൊടുപ്പിച്ചത്. അതിനുശേഷം ഇവരുടെ സന്തോഷത്തിൽ അവരാഗ്രഹിച്ച ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കും. എന്നിട്ട് ഇവര് മുകളിലേക്ക് ചെന്ന് ഞങ്ങളുടെ ക്ലാസ് സെപ്പറേറ്റ് ആവണമെന്ന് പറഞ്ഞ് അവിടെ നിലവിളിച്ചോണ്ടിരിക്കുമ്പം ലിന്നാണ് അതേപോലെ എനിക്ക് ഷൗമിയുടെ അവസാനം ഒരു ഫ്രണ്ട്സ് ആയിട്ടിരിക്കണമെന്ന് അവരെന്റെയും കൂടെ പറയും. അപ്പോഴാണ് ഇവർക്ക് നേരെ ഒരു റോക്കറ്റാണ് പറന്നെന്ന് വീഴുന്നത്. അങ്ങനെ ഇത് ആരാന്ന് പറഞ്ഞ് അവരെല്ലാം തിരിഞ്ഞു നോക്കുമ്പോഴാണ് പുറയുന്ന ലീ ആയിരിക്കും പണി ചെയ്ത് ഗൈസ് റോക്കറ്റ് എറിഞ്ഞ് അതിനകത്തന്നെ വിഷ എഴുതുവാണ്, അതൊക്കെ നമുക്ക് സാധിക്കും എന്നിന് ഇവനും പറയുമ്പോഴാണ് ഇത് കേട്ട് അവരെല്ലാം ചിരിച്ചോണ്ട് എടാ മണ്ട ലീ ഇപ്പോഴും നീ ചൈൽഡിഷ് പരിപാടിയാണല്ലോ കാണിക്കുന്നത്, ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കോ എന്നിന് അവരൊക്കെ പറഞ്ഞ് ചിരിക്കുമ്പോഴാണ് എങ്കിൽ പിന്നെ ഞാൻ വേണം ഇപ്പൊ കാണിച്ചുതരാന്ന് അവനാണ് ലിന്നിന്റെ കൂടെ കട്ടയ്ക്ക് ചങ്കാണെന്ന് പറഞ്ഞ് ആ റോക്കറ്റ് അവൻ പറപ്പിക്കും. അതോടെ അവൻ നേരെ തിരിഞ്ഞു വരുന്നത് ലിന്നിന് നോക്കി. അതോടെ അവൾക്കത് ഇറിറ്റേഷനായി ആ റോക്കറ്റ് ചവരി നശിപ്പിക്കുമ്പോഴാണ് ഇത് കണ്ട് ബാക്കിയെല്ലാരും കൂടെ വിശ്വസിക്കാൻ തുടങ്ങും ഒരുപക്ഷെ ഇവൻ പറയുന്ന പോലെ നമ്മുടെ ആഗ്രഹമൊക്കെ സാധിക്കാൻ ചാൻസ് ഉണ്ടെന്ന്. അങ്ങനെ അതോടെ എല്ലാരും കൂടെ റോക്കറ്റ്
ഉറപ്പിക്കാൻ തുടങ്ങുമ്പോഴാണ് ലിന്നാണ് രൂക്ഷയോടെ ക്ലോസ് ആണെന്ന് അറിഞ്ഞ് അവളെ റോക്കറ്റിനകത്ത് എഴുതിക്കും. അപ്പോഴാണ് ജിന്ന് രൂക്ഷയുടെ റോക്കറ്റ് കണ്ടിട്ട് എന്തോ അളിയാ സ്വന്തമായിട്ട് വിഷ് ചെയ്താതെ ഷൗമിയുടെ വിഷയൊക്കെ നടക്കണമെന്ന് അറിഞ്ഞിരുന്ന അത്രയ്ക്ക് ലവ് ആണോ എന്നിട്ട് ഇവനും കളിയാക്കുമ്പോഴാണ് ഇവൻ വിചാരിക്കുന്ന പോലെ എന്നല്ല നമ്മൾ വെറൈറ്റി കോസ്റ്റ്യൂമിൽ വരുന്ന ഐഡിയ ഒക്കെ ഷൗമിയല്ലേ തന്നെയെന്ന് അറിഞ്ഞ് അവനങ്ങ് വിഷയം മാറ്റും. അതിനെ ശിവരെ റോക്കറ്റ് ഉറപ്പിച്ച് അവൻ സന്തോഷപ്പെട്ടുകൊണ്ടിരിക്കും. എന്നിട്ട് ക്ലാസ്സിലേക്ക് ചെന്നിട്ട് ഇവരും ഓരോരുത്തർ അവരുടെ കോൺടാക്ട് ഇൻഫർമേഷൻ ഒക്കെ ഷെയർ ചെയ്ത് അവരുടെ മെമ്മറീസ് ഒക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ബോയ്സ് എല്ലാം ലിൻ്റെ അടുത്ത് നിന്ന് എഴുതി കൊണ്ടുപോകുമ്പോഴാണ് അവളാണ് എഴുതി കൈവേദന എടുക്കുന്നതെന്ന് പറയും. അപ്പോഴാണ് ഇത് കണ്ട് ഷൗമി സന്തോഷത്തി എല്ലാ പയ്യന്മാരും ഇവളുടെ അടുത്തവരാണ് എൻ്റെ ലിൻ അത്രയ്ക്ക് സുന്ദരിയാന്ന് പറഞ്ഞ് അവളെ പൊക്കി പറയും. പക്ഷെ അവളാണ് ഇപ്പൊ വന്നിട്ട് പോയത് കുറെ പേരെ അവൾക്ക് ആരാന്നോലും അറിയത്തില്ലെന്ന് പറയും. അപ്പോഴാണ് ഷൗവി അവിടേക്ക് വന്നിട്ട് അപ്പൊ മോള് ബിസിയാന്ന് തോന്നുന്നില്ല, എങ്കിൽ പിന്നെ എന്റെ ബുക്ക് ആദ്യം ഷൗമി എഴുത്താ എന്നിട്ട് അവളും കൊടുക്കുമ്പോൾ ലിന്നാണ് അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവൾ ആ ബുക്ക് വാങ്ങിച്ച് എഴുതും. അപ്പോഴാണ് ഇവളുടെ അഡ്രസ്സാണ് ഒരു റിച്ച് ആയിട്ടുള്ള അപ്പാർട്ട്മെന്റ് പേരാണ് എഴുതിയേക്കുന്നത്. പക്ഷെ അതൊക്കെ ചുമ്മാ തള്ള. അപ്പോഴാണ് ഇത് കണ്ട് അവളുടെ റൂംമേറ്റ് ആണ് ഒലിൻ നിന്റെ വീട് ഇവിടാണുള്ള നിന്റെ ബിൽഡിംഗ് 9 ആണോ, എങ്കിൽ പിന്നെ എന്റെ അപ്പുറത്തെ വീടാ എന്റെ ആന്റിയുടെ വീട്, പക്ഷെ ഞാൻ ഇതുവരെ നിന്നെ അവിടെ കണ്ടിട്ടില്ലല്ലോ എന്നിട്ട് ഇവളും ചോദിക്കുമ്പോൾ ലിന്നാണ് പണിവാളിയാന്ന് പറഞ്ഞ് അവളും അത് പേടിച്ചിരിക്കും. അങ്ങനെ അതോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നു. ഇതിനുശേഷം എന്തൊക്കെ സമയക്കുമ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ആയിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. Shiv Edits.